കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ നവോത്ഥാനപരമായ ഒരു മാറ്റത്തിൻ്റെ വർഷം കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 2013. അന്താരാഷ്ട്ര കാർഷിക കുടുംബ വർഷമായ 2014 അത് നൽകിയത് കാർഷിക രംഗത്തെ പുതിയ പ്രതീക്ഷകളെയുമായിരുന്നു. ആധുനിക കാർഷിക രീതികളെക്കുറിച്ചുള്ള വിജ്ഞാന വ്യാപനം, അതിലെ അവബോധാത്മക പ്രവർത്തനങ്ങൾ, യന്ത്രവൽകൃത കൃഷിരീതികൾ, കാർഷിക മേഖലയിലേക്കുള്ള യുവാക്കളുടെ ആഭിമുഖ്യം, ഭാഷാശാസ്ത്ര പഠനങ്ങൾക്കൊപ്പം കൃഷിയുടെ മികവിനെ തിരിച്ചറിയാനുള്ള വിദ്യാർത്ഥികളിൽ നിഴലിച്ച താൽപ്പര്യം തുടങ്ങിയവയൊക്കെ ദുർബലതയാർന്ന നമ്മുടെ കാർഷിക തലത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പോകുന്നതായി കാണാം. ഈ വഴിയിൽ നിന്നുകൊണ്ടാണ് തലസ്ഥാന നഗരിക്കടുത്തുള്ള ഒരു വിദ്യാലയമുറ്റം കൃഷിയെ സ്നേഹിച്ച കുഞ്ഞു മനസ്സുകൾ നട്ടുവളർത്തിയ വിവിധ ഇനം പച്ചക്കറികളുടെ വിളവെടുത്ത് ശ്രദ്ധേയമായത്. ഇത് തിരുവനന്തപുരം ജില്ലയുടെ ഒരു കിഴക്കൻ ഗ്രാമമായ പുളിയറക്കോണത്ത് സ്ഥിതി ചെയ്യുന്ന സെന്റ് മേരീസ് അപ്പർ പ്രൈമറി സ്കൂൾ. വിദ്യാലയ അങ്കണത്തിലെ തരിശുഭൂമി ശ്രദ്ധയിൽപ്പെട്ട വിളപ്പിൽശാല കൃഷിഭവൻ കൃഷിവകുപ്പിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്കൂൾ പച്ചക്കറിത്തോട്ടം തയ്യാറാക്കുന്നതിനായി സ്കൂളിനെ സമീപിക്കുകയായിരുന്നു. കൃഷിയോടേറെ താൽപ്പര്യമുണ്ടായിരുന്ന പ്രധാന അധ്യാപിക സിസ്റ്റർ മഞ്ജുള PTA ആലോചിച്ച് ഉടൻ തന്നെ തീരുമാനവുമെടുത്തു. 35 കുട്ടികളടങ്ങുന്ന ഒരു ഫാം ക്ലബിന് രൂപം നൽകിയ വിദ്യാലയം മണ്ണൊരുക്കി വിവിധ പച്ചക്കറി ഇനങ്ങൾക്കായി തട്ടുകൾ തീർത്തു. ചാണകപ്പൊടി സെന്റിന് 80 കിലോ വീതവും കുമ്മായം സെന്റിന് 1 കിലോ പ്രകാരവും മണ്ണോട് ചേർത്ത് വളക്കൂർ ഒരുക്കി. ഇവിടെ സമഗ്ര പച്ചക്കറി കൃഷി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നടപ്പാക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരമാണ് ഈ കൃഷിയിലേക്ക് മുന്നോട്ട് വന്നത്. JCB ഉപയോഗിച്ച് 2 ദിവസം 4 മണിക്കൂർ വെച്ച് 8 മണിക്കൂറോളം ഇവിടെ ഇളക്കിയതിന് ശേഷമാണ് ഇത് കൃഷിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യമായിട്ട് മാറിയത്. അപ്പോൾ ഇതിൻ്റെക്കായിട്ടുള്ള വിത്തുകൾ, നല്ല വിത്തുകൾ കളക്ട് ചെയ്യാനെല്ലാം കൃഷി വകുപ്പ് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷി ഫാം രൂപീകരിച്ചതിൽ 35 കുട്ടികളുണ്ട്. അവരെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളും ഇതിൽ വന്ന് സഹകരിച്ച് പോകുന്നുണ്ട്. കാർഷിക വകുപ്പിലെ ഉദ്യോഗസ്ഥർ വിദ്യാലയത്തിലെത്തി കൃഷിയെക്കുറിച്ചുള്ള അവബോധവും കാർഷിക രംഗത്തോടുള്ള താൽപ്പര്യവും കുട്ടികളിൽ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള അതിപ്രയോജനകരമായ പഠന ശിബിരം തന്നെ സംഘടിപ്പിച്ചു. കൃഷി വകുപ്പിൻ്റെ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരം സ്കൂൾ പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതിന് പുളിയറക്കോണം സെൻറ് മേരീസ് സ്കൂളിനെ തിരഞ്ഞെടുത്തപ്പോൾ പ്രധാനമായിട്ട് 2 വെല്ലുവിളികളാണ് ഞങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. ഒന്നാമതായിട്ട് 20-ലധികം വർഷമായിട്ട് തരിശായിട്ട് കിടക്കുന്ന ഭൂമിയാണ്, മണ്ണ് ഉറച്ച് പാറ പോലെയാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത് കൃഷിയിൽ ആദ്യമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം മുതലേ വളരെ ചിട്ടയായൊരു പ്രവർത്തനമാണ് ഇവിടെ ചെയ്തത്. ആദ്യം ഒരു ഫാം ക്ലബ്ബ് രൂപീകരിച്ചു. വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അധ്യാപകർക്കും ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തി. അതിനുശേഷം ഓരോ കാര്യങ്ങളും കൃഷിയിൽ നിലമൊരുക്കുന്നത് മുതൽ ഓരോ കാര്യങ്ങളും വളരെ ചിട്ടയോടെയാണ് ചെയ്തത്. ശാസ്ത്രീയമായ രീതികളാണ് ഇവിടെ ചെയ്തത്. അത്യുൽപാദന ശേഷിയുള്ള പച്ചക്കറി വിത്തുകൾ ഉപയോഗിച്ചാണ് കൃഷി ചെയ്തത്. അതുപോലെ തുടക്കം മുതൽ തന്നെ ഓരോ കാര്യത്തിലും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ചെയ്തത്. കൃഷി വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം മികവുറ്റ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്നും വള്ളിപ്പയർ, വെണ്ട, പാവൽ, പടവലം, ചീര, പച്ചമുളക് വിത്തുകൾ വാങ്ങി അവയ്ക്കായി തയ്യാറാക്കിയ തട്ടുകളിൽ പാകി. വിദ്യാലയമുറ്റത്തെ ഈ ഹരിതകാന്തിക്ക് പിന്നിൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ പ്രതിജ്ഞാബദ്ധമായ സഹകരണം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ചീരത്തൈകൾ 15 സെന്റിമീറ്റർ അകലത്തിലും, വെണ്ട 60 സെന്റിമീറ്റർ അകലത്തിലും, പയർ 45 സെന്റിമീറ്റർ അകലത്തിലും, 60 സെന്റിമീറ്റർ അകലത്തിൽ വഴുതന, കത്തിരി എന്നിവയും, പാവൽ, പടവലം എന്നിവ 2 മീറ്റർ അകലത്തിലും നട്ടു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുണ്ട്. അപ്പോൾ വാങ്ങാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുത്ത്, കുമ്മായം വാങ്ങിക്കണം, വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതുപോലെ ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ, ജൈവ സ്ലറി ഉണ്ടാക്കാൻ എന്ന രീതികളെല്ലാം പറഞ്ഞു കൊടുത്ത്, അതുപോലെ പിന്നെ സ്യൂഡോമോണാസ് വാങ്ങാൻ പറഞ്ഞു, അതുപോലെ വേപ്പ് സോപ്പ്. അപ്പോൾ
കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇന്നത് വാങ്ങണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിന് പ്രകാരം അവരെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ അവരെല്ലാം വാങ്ങി വെച്ച് കുട്ടികളുടെയും PTA അംഗങ്ങളുടെയും ടീച്ചേഴ്സിൻ്റെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടി ഇവിടെ ഒരു പച്ചക്കറി കൃഷിത്തോട്ടം തുടങ്ങുകയും അതിന് നല്ല ഇനം വിത്തുകൾ ശേഖരിച്ച് കൃഷി സ്ഥലം ഒരുക്കി വിത്ത് വിതയ്ക്കുകയും പിന്നെ മുളച്ച തൈകളെ പറിച്ച് നട്ട് ആവശ്യമായിട്ടുള്ള വളം ചേർത്ത് പിന്നെ കുട്ടികൾ ദിവസവും രാവിലെയും വൈകുന്നേരവും വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇടയ്ക്കുണ്ടാകുന്ന കള പറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകുന്നുണ്ട്. PTA അംഗങ്ങളും ടീച്ചേഴ്സും നേതൃത്വം നൽകുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല രീതിയിൽ കൃഷി മുന്നോട്ട് പോകുന്നുണ്ട്. പഠനത്തെ ബാധിക്കാത്ത ഇടവേളകളായിരുന്നു കാർഷിക ക്ലബ് അംഗങ്ങളായ ഈ കുട്ടി ഹരിതസേന വിള പരിചരണത്തിനായി തിരഞ്ഞെടുത്തത്. അവധി ദിനങ്ങളിൽ ആ ദൗത്യം PTA അംഗങ്ങൾ ഏറ്റെടുത്ത് സ്വന്തം വിദ്യാലയമുറ്റത്തെ കാർഷിക പരിരക്ഷ ഉറപ്പാക്കുകയായിരുന്നു. പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും അതിന് ഒരു വീക്ക്നെസ് ഉണ്ടാകാനായിട്ട് ഇട നൽകിയിട്ടില്ല. കാരണം ഇടവേളകളിലും അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് അവർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോട് വേണ്ടതായ പരിപാലനം നടത്തിയിട്ടുള്ളത്. കുട്ടികളുടെ ഒഴിവ് സമയങ്ങളാണ് പ്രധാനമായിട്ടും ഇവിടെ കൃഷി ചെയ്യാനായിട്ട്. അതായത് രാവിലെ കുറച്ച് സമയം, അതുപോലെ വൈകുന്നേരം സ്കൂൾ വിട്ട് അതിന് ശേഷമാണ് കുട്ടികളിവിടെ ഈ തോട്ടത്തിലുള്ള കള പറിക്കൽ, അതുപോലെ ജലസേചനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനത്തിനെ തീർത്തും ബാധിക്കാത്ത രീതിയിൽ, എന്നാൽ അവർക്ക് കൃഷിയിൽ നല്ലൊരു താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ, അവർക്ക് ഇതേപോലെ കൃഷി അവരുടെ വീട്ടിലും പോയി ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് ഇങ്ങനെ ഒരു സ്കൂൾ പച്ചക്കറി തോട്ടം ഉണ്ടാക്കിയതുകൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ PTA അംഗങ്ങൾ ഇതിൽ വളരെ സഹായമായിട്ട് മുന്നോട്ട് വന്നു. സ്കൂൾ അവധി ദിവസങ്ങളിലെല്ലാം ഇവിടെ നനയ്ക്കുന്നതിനും അതുപോലെ മറ്റ് പരിപാലനം ചെയ്യുന്നതിനുമൊക്കെ ആളില്ലാത്ത സന്ദർഭങ്ങളിൽ PTA അംഗങ്ങൾ തന്നെ മുന്നോട്ടിറങ്ങി അതൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു പരിചരണം ഇവിടെയുള്ള എല്ലാ വിളകൾക്കും കിട്ടി. സമഗ്ര പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായുള്ള വിവിധ സഹായങ്ങളുമേകി കൃഷി വകുപ്പ് ഈ കാർഷിക പ്രവർത്തനത്തിന് താങ്ങും തണലുമായി നിന്നു. കൃഷി വകുപ്പിൻ്റെ ആനുകൂല്യമായിട്ട് പച്ചക്കറി കൃഷിക്ക് 4000 രൂപ സബ്സിഡി ഇവർക്ക് കൊടുത്തു. അതുപോലെ കണ്ടിൻജൻസി എക്സ്പെൻസസ് ആയിട്ട് 1000 രൂപ കൊടുത്തു. പിന്നെ ജലസേചന സൗകര്യത്തിൻ്റെ കുറവ് ഈ സ്കൂളിലൊരു പ്രശ്നമായിരുന്നു. കിണറുണ്ടായിരുന്നു, പമ്പ് സെറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യം വിദ്യാർത്ഥികൾ ബക്കറ്റിൽ വെള്ളം കോരിക്കൊണ്ടുവന്ന് നനയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 10000 രൂപ സബ്സിഡിയിൽ പമ്പ് സെറ്റ് ഇവിടെ സ്ഥാപിച്ചു. അങ്ങനെ ജലസേചന സൗകര്യത്തിൻ്റെ പ്രശ്നവും ഇവിടെ ഒഴിവായി കിട്ടി. പിന്നെ കൃഷിഭവനിൽ നിന്നും 2 സ്റ്റാഫിനെ ഇവിടെ ഡെപ്യൂട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇവിടെ കൃത്യമായി വരികയും ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ജൈവവളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചൊരുക്കുന്ന ഒരു വിള സമൃദ്ധിയായിരുന്നു ഈ വിദ്യാലയം ലക്ഷ്യമിട്ടത്. കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, പച്ചച്ചാണകം, ചാരം എന്നിവ ഓരോ കിലോ വീതം 10 ലിറ്റർ ജലത്തിൽ ചേർത്ത് 7 ദിവസം സൂക്ഷിച്ചതിന് ശേഷം 3 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ചെടുത്ത് തയ്യാറാക്കിയ ജൈവ സ്ലറി ആഴ്ചയിലൊരിക്കൽ എല്ലാ വിളകൾക്കും വളമായി അവർ നൽകി. ജൈവ വളങ്ങളാണ് നമ്മൾ ഉപയോഗിച്ചത്. ജൈവ സ്ലറി, വേപ്പിൻ പിണ്ണാക്ക്, കൊപ്ര പിണ്ണാക്ക് അങ്ങനെയുള്ളതെല്ലാം ചേർത്തുള്ള ജൈവ സ്ലറി ഉപയോഗിച്ചു. പിന്നെ സ്യൂഡോമോണാസ്, പിന്നെ നമ്മൾ കാന്താരി മുളക്, വെളുത്തുള്ളി, അതുപോലെ പുകയില കഷായം എന്നിവയുടെ മിശ്രിതങ്ങളാണ് ഇതിന് തളിച്ചിട്ടുള്ളത്. ജൈവ കീടനാശിനികളായിട്ടുള്ള വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കുട്ടികൾക്ക് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്നു. അതനുസരിച്ച് അതെല്ലാം കുട്ടികൾ തന്നെ തയ്യാറാക്കുകയും മരുന്ന് തളിക്കുകയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നിത്യപരിചരണത്തിൻ്റെ ഭാഗമായി ഇലപ്പൊട്ടുകൾ വന്നുപോയ ഇലകൾ കുട്ടികൾ അടർത്തി മാറ്റി. ഇലതീനി പുഴുക്കളെ കണ്ടെത്തി നശിപ്പിച്ചു. പാവൽ, പടവലം എന്നിവയിൽ കായ് പിടിച്ച ഉടൻ തന്നെ കടലാസുകൂടകൾ തയ്യാറാക്കി കായീച്ചയിൽ നിന്നും അവർ അവയ്ക്ക് സംരക്ഷണം നൽകി.
വിളകൾക്കാവശ്യമായ ജലസേചനവും കൃത്യനിഷ്ഠയോടെ തന്നെ നിർവഹിക്കുന്നതിൽ അവർ ബദ്ധശ്രദ്ധരായിരുന്നു. കൃഷിക്കളത്തിലെ ഓരോ പരിചരണ മാത്രയും അവർ ഹൃദയാഹ്ലാദമാക്കി മാറ്റുകയായിരുന്നു. മണ്ണിൻ്റെ മണവും പൂക്കളുടെ സുഗന്ധവും കായ്കളുടെ സൗന്ദര്യവും അവരെ വേറിട്ടൊരു തിരിച്ചറിവിലേക്ക് നയിക്കുകയായിരുന്നു. ഇവിടെ പയർ, ചീര, വെണ്ട, വ്യത്യസ്ത തരങ്ങളിലായ പാവൽ ഉണ്ട്, പടവലമുണ്ട്, മുളകുണ്ട്, വഴുതന, കത്തിരിയൊക്കെ നടുന്നുണ്ട്. ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണോസ് കലക്കി ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ ടീച്ചേഴ്സിൻ്റെയും ഹെഡ്മിസ്ട്രസിൻ്റെയും PT അംഗങ്ങളുടെയും സഹകരണത്തോടെയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നല്ല രീതിക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ജൈവ രീതിയാണ് ചെയ്യുന്നത്. നട്ട് 30-ാം ദിവസം മുതൽ ചീരയുടെ വിളവെടുപ്പ് തുടങ്ങി. വിളവെടുത്ത പ്ലോട്ടുകളിൽ വീണ്ടും അവർ ചീരത്തൈകൾ നട്ടു. വെണ്ട, പയർ എന്നിവ ഒന്നിടവിട്ട ദിവസങ്ങളിലും പാവൽ, മുളക്, പടവലം എന്നിവ ആഴ്ചയിലൊരിക്കലും വിളവെടുത്തു. ജൈവവളത്തിൽ വളർന്ന രാസാംശം അല്പം പോലുമില്ലാത്ത സ്വാദിഷ്ടമായ ചീരയ്ക്കും വെണ്ടയ്ക്കും പാവലിനും പടവലത്തിനും വഴുതനയ്ക്കുമൊക്കെ ഇവിടെ ആവശ്യക്കാർ ഏറെയായിരുന്നു. അധ്യാപകരും കുട്ടികളും അവ വാങ്ങി അവരുടെ അടുക്കളയിലേക്ക് കൊണ്ടുപോകവേ നിറഞ്ഞ മനസ്സോടെ നാട്ടുകാരും വിഷാംശമില്ലാത്ത പച്ചക്കറികൾക്കായി അവരെ സമീപിച്ചു. വിളവെടുക്കുന്ന ദിവസം നമ്മൾ പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ തന്നെയും വിളവ് എടുക്കുന്ന ദിവസം പുറത്തു നിന്നും ആൾക്കാർ വരികയും അത് വാങ്ങിച്ചു കൊണ്ട് പോവുകയും പൈസ രൊക്കം തന്ന് പോവുകയും ചെയ്യുന്നു. കുട്ടികളാണേലും അവർ പൈസ കൊണ്ടുവന്ന് അതിൻ്റെ കൺവീനർ ടീച്ചേഴ്സുണ്ട്, ടീച്ചേഴ്സിനെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അവരും ഇത് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ വിളവ് എടുത്ത് നമ്മൾ ബുദ്ധിമുട്ട് വിളവെടുക്കുന്നത് ആ ദിവസം തന്നെ മണിക്കൂറുകൾക്ക് അത് വിറ്റഴിഞ്ഞു പോകുന്നു. ഇവിടെ ചീര, വെണ്ട, മുളക്, വഴുതന, പയർ, പാവൽ, പടവലം ഇത്രയുമാണ് കൃഷി ചെയ്തത്. ചീരയും പയറും ഏകദേശം 6 പ്രാവശ്യം ഇവർ വിളവെടുത്ത് കഴിഞ്ഞു. 1000-ലധികം കിലോ പയറും ചീരയും ഇവർക്ക് കിട്ടി. അതിൻ്റെ വിപണനത്തിലൂടെ 10,000-ലധികം രൂപ കുട്ടികൾ സ്വരൂപിച്ചെടുത്തു. എന്തായാലും പച്ചക്കറി കൃഷി നല്ല ലാഭമാണെന്ന് അവർ തെളിയിച്ചു. എല്ലാ സ്കൂളുകളും ഇതുപോലെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ പച്ചക്കറി ഇത് ജൈവ കൃഷിയാണ്. പ്രത്യേകിച്ച് ഒരിക്കലും ചെറിയ ഒരു പുഴുക്കേടൊക്കെ വരുന്നേ ഉള്ളൂ. പക്ഷേ ജൈവ കൃഷി കൊണ്ട് നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജൈവ കൃഷി കൊണ്ട് വളരെയധികം പുരോഗതിയിൽ നല്ല രീതിയിൽ ഹാർവെസ്റ്റ് ചെയ്യാം. ഭാഷാശാസ്ത്ര വിജ്ഞാന പഠനത്തോടൊപ്പം വിദ്യാലയമുറ്റത്ത് നിരയിട്ട പച്ചക്കറി ഇനങ്ങളുടെ പച്ചപ്പിൽ പങ്കാളികളാകവേ ആ ആഭിമുഖ്യം സ്വന്തം വീട്ടുമുറ്റത്തേക്കും പറിച്ചു നടാൻ ഇവരെ പ്രേരിപ്പിക്കുകയായിരുന്നു. വിത്തും വളവും ശേഖരിച്ച് അവരിൽ പലരും തങ്ങളുടെ വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ സജ്ജമാക്കുകയും ചെയ്തു. കുട്ടികളുടെ വീടുകളിലും പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. വിത്ത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ കുട്ടികൾക്കും വിത്ത് പാക്കറ്റ് നമ്മൾ നൽകി അവരത് കൊണ്ടുപോയി നട്ടിട്ടുണ്ട്. അത് നോക്കുന്നതിനായിട്ട് കൃഷിഭവനിൽ നിന്ന് അവർ ഓഫീസേഴ്സും പോകുന്നുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും നമുക്ക് ഒരു സന്തോഷം നൽകുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് സ്കൂളിലെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ബന്ധപ്പെട്ട PTA-ക്കും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും എല്ലാം ഒരു സന്തോഷം ആണ് ഇതുവഴി പ്രദാനം ചെയ്തിട്ടുള്ളത്. ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങളുടെ താല്പര്യം. ആധുനിക കാലഗതിയിലെ വകഭേദങ്ങൾ എന്തായാലും
കൃഷിവിളകളില്ലാതെ മാനവരാശിക്ക് നിലനിൽപ്പില്ല എന്ന തിരിച്ചറിവിൽ കൃഷിയെ നെഞ്ചോട് ചേർത്ത് പരിപാലിക്കുന്ന ഈ കുഞ്ഞു കരങ്ങളുടെ ശക്തി ഏറെ പ്രബലമാകട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്ഷീര കർഷകർക്ക് KLD ബോർഡിന്റെ പദ്ധതികൾ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ആടുവളർത്തൽ സൗജന്യ പരിശീലനം. വാർത്തകൾ വിശദമായി. തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെ KLD ബോർഡ് സാമ്പത്തിക സഹായം നൽകി തീറ്റപ്പുൽ കൃഷി വ്യാപിപ്പിക്കുന്നു. ചുരുങ്ങിയത് 10 സെന്റ് സ്ഥലത്തെങ്കിലും പുൽകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പദ്ധതിയിൽ പങ്കാളികളാകാം. ഏക്കറിന് 15,000 രൂപ വരെ KLD ബോർഡ് സബ്സിഡിയായി നൽകും. പച്ചപ്പുൽ ചെറു കഷ്ണങ്ങളായി മുറിച്ചു നൽകുന്ന ചാഫ് കട്ടർ 55% സബ്സിഡിയോടെ കേരളത്തിലുടനീളം ബോർഡ് വിതരണം ചെയ്യും. ഇതോടനുബന്ധിച്ച് 5 ക്യൂബിക് മീറ്റർ സംഭരണ ശേഷിയുള്ള സൈലേജ് പിറ്റ് നിർമ്മിക്കുന്ന ക്ഷീര കർഷകർക്ക് 75,000 രൂപയുടെ ധനസഹായവും 20,000 രൂപ വിലയുള്ള മോട്ടോർ ഘടിപ്പിച്ച ചാഫ് കട്ടർ സൗജന്യമായും നൽകും. വിശദവിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 9446004306. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിലെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ കൃഷി ഫാമിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. നേന്ത്രൻ, ഗ്രാൻഡൈൻ എന്നീ വാഴ ഇനങ്ങളും ഇവയുടെ തന്നെ ആക്സാഗർ വാഴ ഇനങ്ങളും പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസിൽ നിന്നും വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447410133. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിന് കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഇതര സ്ഥാപനങ്ങൾ, കർഷകരുടെ കൃഷിയിടങ്ങൾ, വീട്ടുവളപ്പ് മുതലായ സ്ഥലങ്ങളിൽ പച്ചക്കറി കൃഷി തുടങ്ങാൻ താൽപ്പര്യമുള്ളവർ തൊട്ടടുത്തുള്ള കൃഷിഭവനിലോ തിരുവനന്തപുരം ജില്ലാ ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർക്കോ ഈ മാസം 25-ാം തീയതിക്ക് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കണം. പച്ചക്കറി കൃഷിക്ക് മറ്റു പദ്ധതികളിൽ ആനുകൂല്യം ലഭിച്ചവരുടെ അപേക്ഷ പരിഗണിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 9496002942, മറ്റൊരു നമ്പർ 9496002941. വ്യാവസായിക അടിസ്ഥാനത്തിൽ ആടുകളെ വളർത്തുവാൻ താൽപ്പര്യമുള്ള കർഷകർക്ക് ആലുവ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസത്തെ പരിശീലനവും 1 ദിവസത്തെ പഠനയാത്രയും സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് യാത്രാപ്പടിയും ദിനബത്തയും നൽകും. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ അപേക്ഷ ജനുവരി 31 മുമ്പ് സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം, നേതാജി റോഡ്, ആലുവ. പിൻകോഡ് 683101. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048426244441. മണ്ണുത്തി ഫീഡ് മില്ലിൽ കോഴിക്കുഞ്ഞുങ്ങൾക്കായി മേന്മയേറിയ തീറ്റ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. മുട്ടക്കോഴി ഫാമുകൾക്കും എഗ്ഗർ നഴ്സറികൾക്കുമായി മിതമായ വിലയ്ക്കാണ് തീറ്റ നൽകുന്നത്. തീറ്റ ആവശ്യമുള്ള കർഷകർ പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് പൗൾട്രി ഉന്നത പഠന കേന്ദ്രം ഡയറക്ടർ അറിയിച്ചു. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 048723701117. ജൈവ കൃഷിക്ക് ആവശ്യമുള്ള മിത്ര സൂക്ഷ്മാണു ഉൽപ്പന്നങ്ങൾ വെള്ളായണി കാർഷിക കോളേജിൽ നിന്ന് കർഷകർക്ക് ലഭിക്കും. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്.
8288994555. വെറ്റിനറി സർവകലാശാലയുടെയും വെറ്റിനറി സർവകലാശാലയും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് പൗൾട്രി സയൻസ് വിഭാഗത്തിൽ തൊഴിൽ സംരംഭകർക്ക് 25 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. ഹാച്ചറി മാനേജ്മെന്റിലാണ് പരിശീലനം. താൽപ്പര്യമുള്ളവർ ഏറ്റവും അടുത്തുള്ള മൃഗാശുപത്രിയിലോ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 0487 237 0117. അടുത്തതായി കമ്പോള നിലവാരം. റബ്ബർ RSS 4 ക്വിൻ്റലിന് 15,050 രൂപ, റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,450 രൂപ, വെളിച്ചെണ്ണ ക്വിൻ്റലിന് 10,900 രൂപ, കൊപ്ര 8,000 രൂപ, കുരുമുളക് ക്വിൻ്റലിന് 50,800 രൂപ, ജാതിക്ക തൊണ്ടോടുകൂടിയത് കിലോയ്ക്ക് 375 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ കിലോയ്ക്ക് 640 രൂപ. കമ്പോള അവലോകനം. കുരുമുളക് വിപണി കൊച്ചിയിൽ ഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 50,800 രൂപ, അൺഗാർബിൾഡ് കുരുമുളക് ക്വിൻ്റലിന് 48,800 രൂപ. കുരുമുളക് വിപണി കൽപ്പറ്റയിൽ ചേട്ടൻ കുരുമുളക് 48,500 രൂപ, വയനാടൻ കുരുമുളക് 49,000 രൂപ. കൊപ്ര വിപണി കോഴിക്കോട് 7,950 രൂപ, തളിപ്പറമ്പ് 7,400 രൂപ, കാസർഗോഡ് 7,400 രൂപ. വെളിച്ചെണ്ണ കണ്ണൂർ ക്വിൻ്റലിന് 11,935 രൂപ, കോട്ടയം 11,300 രൂപ, ആലപ്പുഴ 10,900 രൂപ. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.2 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34, 24.5, കൊച്ചി 32.8, 21.4, ആലപ്പുഴ 34.7, 23, പുനലൂർ 34.5, 19.5, തിരുവനന്തപുരം 34, 22.5 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.